കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ മെത്രാമാരും പള്ളിയിലച്ചന്മാരും തമ്മിൽ നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ. നിലവിളിക്കട്ടെ, കുറെ കേക്കൊക്കെ വാങ്ങി തിന്നല്ലേ? അല്ല, എന്നാലും രണ്ട് പാവപ്പെട്ട പെൺകൊച്ചുങ്ങൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത് വല്ല കുറ്റമാണോ? ഈ കന്യാസ്ത്രീകള് ജോലി വാങ്ങി കൊടുക്കാനാണ് പോയെന്നാണ് ഈ കന്യാസ്ത്രീകൾ പറയണത്. പക്ഷെ ഈ കന്യാസ്ത്രീകളെ പിടിച്ച് കൊടുത്തവന്മാര് പറയണത് അവരവിടെ മതം മാറ്റാൻ ചെന്നേ. മതം മാറ്റണത് അത്ര വല്ല കുറ്റമാണ്? നിർബന്ധപൂർവ്വം മതം മാറ്റുന്നത് കുറ്റം തന്നെയാണ്. പക്ഷെ ഈ കന്യാസ്ത്രീകളുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത് മനുഷ്യക്കടത്തിന്റെ പേരിൽ. അതുകൊണ്ടാണ് കോടതി പോലും ജാമ്യം കൊടുക്കാത്തത്. എണീറ്റ് നിൽക്കാൻ ശേഷി പോലും ഇല്ലാത്ത ഈ രണ്ട് കന്യാസ്ത്രീമാര് എങ്ങനെയാണ് മനുഷ്യക്കടത്ത്? അതാണ് നമ്മുടെ രാജ്യത്തില് 10-12 കൊല്ലം കൊണ്ടുണ്ടായ മാറ്റം. സിനിമ എടുത്താൽ കുറ്റം, പ്രസംഗിച്ചാൽ കുറ്റം, കവിത എഴുതിയാൽ കുറ്റം, എന്തിന് ബാക്കി രുചിയായിട്ട് നല്ലൊരു ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചാൽ തന്നെ പിടിച്ചകത്തിടുന്ന കാലമാണ്. ഉത്തരേന്ത്യയിലോട്ട് ചെന്നാല് കഴിക്കണ്ട ബീഫെന്ന് കേട്ടാലേ അകത്താക്കുകയല്ല തല്ലിക്കൊല്ലേ. അതേ നിലവാരം ഇവിടെ കൂടി കൊണ്ടുവരാനാണ് നമ്മുടെ പള്ളിയിലച്ചന്മാരും മെത്രാന്മാരും കൂടി കേക്ക് വാങ്ങി തിന്ന് സഹായിച്ചു. അങ്ങനെയല്ല അണ്ണ, ആർക്കും വേണ്ടാത്ത ആ സുരേഷ് ഗോപിയെ തൃശ്ശൂര് ജയിപ്പിച്ച് കേന്ദ്രത്തിലോട്ട് വിട്ടത്. അതെ, സുരേഷ് ഗോപി ഈ കേസിൽ ഇതുവരെ കമാന്നൊരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങേര് മാധ്യമങ്ങളെ തെറി വിളിക്കാനാണ് വാ ഉറക്കണെന്ന്. 5-6 മാസം മുമ്പ് സ്വർണ്ണക്കിരീടം കൊണ്ട് കൊടുത്തപ്പോ മെത്രാന്മാരും പള്ളിയിലച്ചന്മാരും കൂടി ആർപ്പുളിയോടെ വാങ്ങിച്ചു വെച്ച്. ഇപ്പൊ മുൾക്കിരീടം കൊടുത്തപ്പോ നിലവിളി. അല്ലെങ്കിൽ ഈ മെത്രാന്മാരും പള്ളിയിലച്ചന്മാരും മൊത്തം തേപ്പളി തന്നെ, അവിടെ നിൽക്കും ഇവിടെ നിൽക്കും. മേലനങ്ങാതെ ഉണ്ടാക്കിയെടുത്ത കോടിക്കണക്കിന് സ്വത്ത് ഈടി അടിച്ചോണ്ട് പോയാൽ ആര് സഹിക്കൂ? യുപിയിലും മണിപ്പൂരിലൊക്കെ കന്യാസ്ത്രീകളെ ഓട്ടിച്ചിട്ട് അടിക്കണത് യുവമാരുന്ന കാലിലെ എണ്ണ. ഇവിടെ ആ അടി ഇവിടെയും കൂടെ കിട്ടിയാലേ ഇവിടത്തെ മെത്രാന്മാരും പള്ളിയിലച്ചന്മാരും പഠിക്കുകയുള്ളൂ. ഇന്നലെ തിരുവനന്തപുരത്തെ ഒരു മെത്രാൻ പറയുന്ന കേട്ടു, ഞങ്ങൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്രത്തിനെതിരെയല്ല സമരം ചെയ്യുന്നത്, അതുകൊണ്ട് ഒന്നും തോന്നരുതേ എന്ന്. കന്യാസ്ത്രീകൾ അകത്ത് കിടന്ന് അരകിച്ചാലും കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ ഈടി വന്ന് അകത്തിട്ട് പിടിച്ചുരുട്ടും എന്ന് ഇവർക്കറിയാം. അണ്ണ, ഈ കന്യാസ്ത്രീകളെ പിടിച്ചു വെച്ചവന്മാരെ പറ്റി എമ്പുരാൻ സിനിമയിൽ എന്തിനോ കാണിച്ചെന്നും പറഞ്ഞല്ല അണ്ണ ഈ സംഘപരിവാരന്മാർ ഇവിടെ കിടന്ന് വേണ്ടാത്ത കൊണശത്രം കാണിച്ചു കൂട്ടിയത്. അതാണ് അവരുടെ അജണ്ട. അങ്ങനെ പതുക്കെ പതുക്കെ അവരുടെ സംഘത്തിൽ പെടാത്ത, അവരുടെ മതത്തിൽ വിശ്വസിക്കാത്ത ഓരോ ഇന്ത്യൻ പൗരന്റെയും സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ പള്ളിയിലച്ചന്മാരും മെത്രാന്മാരും കൂടി ഈ റബ്ബറിന്റെയും കേക്കിന്റെയും ഈ സ്വർണ്ണ കിരീടത്തിന്റെ ഒക്കെ പുറകെ പോകും. അല്ല, ഈ ചായ വാങ്ങിക്കാൻ പോയ രാംസിംഗിനെ കണ്ടില്ലല്ലോ? അത് തന്നെ ഞാനും ആലോചിക്കും. വന്നല്ല. രാംസിംഗ്, നിങ്ങൾ ഇത്ര നേരം എവിടെ പോയിരുന്നു? पूरा दुकान बंद है, इसलिए मैं दूर जाके एक दुकान से चाय. ഇവിടെ ഒന്നും ചായക്കടയില്ല, അങ്ങ് ദൂരെ എവിടെ പോയാണ് ചായ വാങ്ങിച്ചെന്നൊക്കെയാണ് പറയണത്. കടിയൊന്നും വാങ്ങിച്ചില്ലേ? इसलिए बड़ा के लिए ऑटो बनाता है. കടിക്കുള്ള മാവ് ആട്ടണേ ഉള്ളൂ. വന്നു മലയാളികളെ ബംഗാളികൾ തേക്കാൻ തുടങ്ങി. രാവിലെ കാപ്പി വാങ്ങിക്കാൻ പോയത് 1 മണിക്കൂർ, ഉച്ചയ്ക്ക് ഊണ് വാങ്ങിക്കാൻ പോയത് 1.5 മണിക്കൂർ, വൈകുന്നേരം ഇപ്പൊ 2 ചായ വാങ്ങിക്കാൻ പോയത് 3/4 മണിക്കൂർ. ആകപ്പാടെ ജോലി ചെയ്യണത് 4 മണിക്കൂർ. മുട്ടൻ തേപ്പേളി തന്നെ.